കഥകൾ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. നല്ല നല്ല കഥകളുമായി ഞങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ ഇടയിലേക്ക് വരുന്നതാണ്. പുതിയ വീടിൻ്റെ ജനൽ വരികൾക്കിടയിലൂടെ അരിച്ചെത്തിയ പുലർക്കാല വെളിച്ചത്തിന് ഒരുതരം അപരിചിതത്വമുണ്ടായിരുന്നു. മീര പതുക്കെ കണ്ണു തുറന്നു. ചുറ്റുമുള്ള ചുവരുകൾക്ക് താൻ ഇന്നേ വരെ ശീലിച്ച നിറമല്ല. അലമാരയിൽ അടുക്കി വെച്ചിരിക്കുന്ന പുസ്തകങ്ങളും മേശപ്പുറത്തെ ആർക്കിടെക്ചറൽ മാപ്പുകളും ഇവിടെ മറ്റൊരാളുടെ ലോകമാണെന്ന് അവളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. അതെ, മാധവിൻ്റെ ലോകം. ഇന്നലെ മുതൽ അവളുടെയും 2 ആഴ്ച മുൻപായിരുന്നു വിവാഹം. വലിയ ആഘോഷങ്ങളില്ലാതെ അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ നടന്ന ലളിതമായ ചടങ്ങുകൾ. ആദ്യ വിവാഹത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഇനിയൊരു ജീവിതമുണ്ടാകില്ലെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന മീരയെ വീട്ടുകാരുടെ നിർബന്ധമാണ് ഇവിടെ എത്തിച്ചത്. കയ്യിൽ കരുതിയ വാച്ചിലേക്ക് അവൾ നോക്കി. സമയം 6:30 കഴിഞ്ഞിരിക്കുന്നു. അവൾ പതുക്കെ എഴുന്നേറ്റ് ഹാളിലേക്ക് നടന്നു. അടുക്കളയിൽ നിന്ന് പാത്രങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദം കേൾക്കാം. മാധവ് എഴുന്നേറ്റിരിക്കുന്നു. വാതിലിനടുത്ത് പകച്ചു നിന്ന മീരയെ കണ്ടതും മാധവ് ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഗുഡ് മോർണിംഗ് മീര, ഞാൻ ചായ ഇട്ടു, എടുത്തു കുടിച്ചോളൂ. മാധവിൻ്റെ ശബ്ദത്തിൽ ഒരുതരം കരുതലുണ്ടായിരുന്നു. പക്ഷേ അതിലൊരിടത്തും അധികാരം കലർന്ന സ്നേഹത്തിൻ്റെ അവകാശവാദങ്ങളില്ലായിരുന്നു. ഞാൻ ഉണ്ടാക്കാമായിരുന്നു മാധവേട്ടൻ എന്തിനാ? അവൾ വിക്കി. അതൊന്നും കുഴപ്പമില്ല. നമ്മൾ രണ്ടുപേരും പുതിയ വീട്ടിൽ പുതിയ ആളുകളല്ലേ മീര. ഈ വീടിനോടൊന്ന് പൊരുത്തപ്പെടുന്നത് വരെ നമുക്കിങ്ങനെ തന്നെ തുടരാം. അവൻ ചായക്കപ്പ് മേശപ്പുറത്ത് വെച്ചു. മീര ചായക്കപ്പ് കയ്യിലെടുത്തു. ജനലിലൂടെ പുറത്തെ മരങ്ങളിലേക്ക് നോക്കി നിൽക്കുന്ന മാധവനെ അവൾ രഹസ്യമായി നിരീക്ഷിച്ചു. 32കാരനായ മാധവ് സൗമ്യനാണ്. ആദ്യ വിവാഹബന്ധം വേർപ്പെടുത്തിയത് അയാളുടെ തെറ്റുകൊണ്ടല്ലെന്ന് മീരയ്ക്കറിയാം. എങ്കിലും താൻ നേരിട്ടതുപോലെയുള്ള മാനസിക സംഘർഷങ്ങൾ അയാളും അനുഭവിച്ചിട്ടുണ്ടാവില്ലേ? മീര എന്താണ് ആലോചിക്കുന്നത്? മാധവ് പെട്ടെന്ന് തിരിഞ്ഞു ചോദിച്ചു. ഒന്നുമില്ല, നമ്മൾ രണ്ടുപേരും ഒരു വഞ്ചിയിലെ യാത്രക്കാരാണെന്ന് തോന്നിപ്പോയി, അവൾ മെല്ലെ പറഞ്ഞു. മാധവ് ഒന്ന് നെടുവീർപ്പിട്ടു. ശരിയാണ്, പക്ഷേ ഈ യാത്ര എങ്ങോട്ടാണെന്ന് എനിക്കറിയില്ല. പഴയ മുറിവുകൾ ഉണങ്ങാൻ സമയമെടുക്കും. നമ്മൾ തമ്മിൽ വലിയ പ്രണയമൊന്നും ഇപ്പോൾ ഉണ്ടാകണമെന്നില്ല. പക്ഷെ മാന്യമായ ഒരു സൗഹൃദം നമുക്കിടയിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പരസ്പരം വേദനിപ്പിക്കാതിരുന്നാൽ തന്നെ അതൊരു വലിയ കാര്യമാണ്. അതൊരു സത്യമായിരുന്നു. പ്രണയത്തേക്കാൾ മീര ഇപ്പോൾ ആഗ്രഹിക്കുന്നത് സുരക്ഷിതത്വമാണ്. വീണ്ടും തോൽപ്പിക്കപ്പെടില്ലെന്ന ഉറപ്പാണ്. മാധവിൻ്റെ വാക്കുകൾ അവൾക്ക് ചെറിയൊരു ആശ്വാസം നൽകി. എനിക്ക് സ്കൂളിൽ പോകാൻ സമയമായി. മീര ഇന്ന് എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? അവൻ ചോദിച്ചു. എനിക്കും അടുത്ത ആഴ്ച മുതൽ സ്കൂളിൽ ജോയിൻ ചെയ്യണം. അതുവരെ ഈ വീടൊന്ന് അടുക്കിപ്പെറുക്കണം, മീര മറുപടി നൽകി. മാധവ് തൻ്റെ ബാഗ് എടുത്ത് വാതിലിലേക്ക് നടന്നു. പടിയിറങ്ങുന്നതിന് മുൻപ് അവനൊന്ന് തിരിഞ്ഞു നോക്കി. മീര, ഈ വീടിനി നിൻ്റേതുകൂടെയാണ്. ഇവിടെ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കേണ്ടതില്ല. നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം. അവൻ പോയി കഴിഞ്ഞപ്പോൾ വീട് വീണ്ടും നിശബ്ദമായി. എങ്കിലും മീരയുടെ ഉള്ളിൽ ഒരു ചെറിയ പ്രതീക്ഷ നാമ്പിട്ട് തുടങ്ങിയിരുന്നു. ഇത് വെറും ഒരു 2ാം വിവാഹമല്ല, മറിച്ച് സ്വയം കണ്ടെത്താനുള്ള ഒരു പുതിയ യാത്രയുടെ തുടക്കമാണെന്ന് അവൾക്ക് തോന്നി. ഭൂതകാലത്തിൻ്റെ കറുത്ത നിഴലുകൾ മാഞ്ഞു പോകാൻ ഇനിയും സമയമെടുക്കും. എങ്കിലും മാധവ് നൽകിയ ആ സ്വാതന്ത്ര്യം ഒരു വലിയ തണലായി മീരയ്ക്ക് തോന്നി. അവൾ അടുക്കളയിലേക്ക് നടന്നു. ആദ്യമായി ആ വീടിൻ്റെ ചുമരുകളിൽ തൻ്റെ സ്പർശമറിയാൻ. ദിവസങ്ങൾ ആഴ്ചകൾക്ക് വഴിമാറി. മാധവും മീരയും ഒരേ മേൽക്കൂരയ്ക്ക് താഴെ 2 വ്യത്യസ്ത ധ്രുവങ്ങളല്ലെന്ന പോലെ ജീവിച്ചു. എങ്കിലും ആ നിശബ്ദതയിൽ എവിടെയോ ഒരു പുതിയ താളം രൂപപ്പെടുന്നുണ്ടായിരുന്നു. രാവിലെ മാധവ് ഓഫീസിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് മീര ചോറ്റുപാത്രം മേശപ്പുറത്ത് കരുതി വെക്കും. വൈകുന്നേരം അവൻ വരുമ്പോൾ പൂമുഖത്ത് ലൈറ്റ് തെളിഞ്ഞു കിടക്കും. വലിയ സംസാരങ്ങളില്ലെങ്കിലും പരസ്പരം അറിയാതെ തന്നെ അവർ ചില കരുതലുകൾ ശീലമാക്കി. ഒരു ശനിയാഴ്ച വൈകുന്നേരം പുറത്ത് കനത്ത മഴ പെയ്യുകയായിരുന്നു. ജനൽ ചില്ലകളിൽ തട്ടിത്തെറിക്കുന്ന മഴത്തുള്ളികൾ നോക്കി മീര ലിവിംഗ് റൂമിലെ സോഫയിലിരുന്നു. പെട്ടെന്നാണ് പവർ കട്ട് ഉണ്ടായത്. വീടാകെ ഇരുട്ടിൽ മുങ്ങി. മീരയ്ക്ക് ഇരുട്ടിനെ പണ്ടേ ഭയമാണ്. അവൾ അറിയാതെ തന്നെ മാധവേട്ടാ എന്ന് വിളിച്ചുപോയി. മുകളിലെ മുറിയിൽ നിന്ന് മൊബൈൽ ടോർച്ചിൻ്റെ വെളിച്ചവുമായി മാധവ് താഴേക്ക് വന്നു. പേടിക്കണ്ട മീര, ഞാൻ ഇവിടെയുണ്ട്. ഇൻവെർട്ടർ എന്തോ കംപ്ലൈൻ്റ് ആയതാണെന്ന് തോന്നുന്നു. അവൻ അവളുടെ അരികിലായി വന്നിരുന്നു. ടോർച്ചിൻ്റെ നേർത്ത വെളിച്ചത്തിൽ മീരയുടെ മുഖത്തെ ഭയം അവൻ കണ്ടു. ഇരുട്ടിനെ പേടിയാണോ? മാധവ് പതുക്കെ ചോദിച്ചു. ചെറുപ്പം മുതലേ ഉള്ളതാണ്. പിന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇരുട്ടെന്നാൽ എനിക്ക് ഒറ്റപ്പെടലിൻ്റെ കൂടെ അടയാളമാണ്.
അവൾ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. മാധവ് കുറച്ചുനേരം നിശബ്ദനായിരുന്നു. പിന്നീട് അവൻ സംസാരിച്ചു തുടങ്ങി. എൻ്റെ ജീവിതത്തിലെ വലിയൊരു ഇരുട്ടുണ്ടായിരുന്നു മീര. ആദ്യ വിവാഹം കഴിഞ്ഞുള്ള ആദ്യ വർഷങ്ങളിൽ ഞാൻ കരുതിയത് പ്രണയം എന്നാൽ മറ്റൊരാളെ കീഴ്പ്പെടുത്തലാണെന്നാണ്. ആ തെറ്റായ ധാരണയിൽ നിന്നും പുറത്തു കടക്കാൻ എനിക്ക് ഒരുപാട് സമയം വേണ്ടി വന്നു. വിവാഹമോചനം കഴിഞ്ഞപ്പോൾ എല്ലാവരും കുറ്റപ്പെടുത്തിയത് എന്നെയായിരുന്നു. ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല. എൻ്റെ ഉള്ളിലെ ഇരുട്ട് ആരോടും പങ്കുവെക്കാൻ തോന്നിയിട്ടില്ല. മീര ആദ്യമായാണ് മാധവിൻ്റെ ഉള്ളിലെ വേദന ഇത്ര വ്യക്തമായി കാണുന്നത്. പുറമേ ശാന്തനെന്ന് തോന്നുന്ന ഈ മനുഷ്യൻ എത്ര വലിയ ആത്മസംഘർഷങ്ങളിലൂടെ ആവാൻ കടന്നു പോയിട്ടുണ്ടാവുക. നമ്മൾ എന്തിനാണ് മാധവേട്ട പഴയ കാര്യങ്ങൾ ഓർത്ത് സ്വയം വേദനിപ്പിക്കുന്നത്? മീര ചോദിച്ചു. നമുക്ക് കിട്ടിയ ഈ രണ്ടാം ജന്മം അത് സമാധാനമായി ജീവിക്കാനുള്ളതല്ലേ? മാധവ് അവളുടെ മുഖത്തേക്ക് നോക്കി. ഇരുട്ടിലും അവളുടെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. സമാധാനം മാത്രം മതിയോ മീര? ഒരു മനുഷ്യന് സ്നേഹിക്കപ്പെടാനും ആഗ്രഹമുണ്ടാകില്ലേ? ആ ചോദ്യം മീരയെ സ്തബ്ധയാക്കി. പ്രണയത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അവൾ ഭയപ്പെട്ടിരുന്നു. വീണ്ടും ഹൃദയം തകരുമോ എന്ന ഭയം. പക്ഷെ മാധവിൻ്റെ അരികിലിരിക്കുമ്പോൾ അവൾക്ക് സുരക്ഷിതത്വം തോന്നി. പെട്ടെന്ന് കറണ്ട് തിരിച്ചു വന്നു. പ്രകാശം മുറിയിലാകെ പരന്നപ്പോൾ അവർ രണ്ടുപേരും പെട്ടെന്ന് അകലം പാലിച്ചു. പരസ്പരം നോക്കാൻ ഒരു ചെറിയ ജാള്യത. മാധവ് എഴുന്നേറ്റു. ഭക്ഷണം കഴിക്കാം, മീരയ്ക്ക് വിശക്കുന്നുണ്ടാകും. അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ മീര ആലോചിച്ചത് മാധവിനെക്കുറിച്ചാണ്. അവൻ വെറും ഒരു അപരിചിതനല്ലെന്ന് അവൾക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നു. അയാളുടെ മൗനത്തിനും വാക്കുകൾക്കും ഇപ്പോൾ അവൾക്ക് അർത്ഥങ്ങൾ കണ്ടെത്താൻ കഴിയുന്നുണ്ട്. അടുത്ത മുറിയിൽ മാധവും ഉറക്കമില്ലാതെ കിടക്കുകയായിരുന്നു. മീരയുടെ സാമീപ്യം തൻ്റെ ജീവിതത്തിലെ ശൂന്യതയെ പതുക്കെ ഇല്ലാതാക്കുന്നത് അവൻ തിരിച്ചറിഞ്ഞു. പ്രണയം എന്നത് വലിയ വാഗ്ദാനങ്ങളല്ല, മറിച്ച് തളരുമ്പോൾ ചേർത്ത് പിടിക്കാനൊരു കൈ ഉണ്ടാവുക എന്നതാണെന്ന് അയാൾ മനസ്സിലാക്കി തുടങ്ങി. മഴ പെയ്തു തോർന്നിരുന്നു. ജനലിന് പുറത്ത് നനഞ്ഞ മണ്ണിൽ നിന്ന് ഒരു പുതിയ മണം ഉയർന്നു വരുന്നുണ്ടായിരുന്നു. അടുത്ത പ്രഭാതം തങ്ങൾക്കായി കാത്തു വെച്ചിരിക്കുന്നത് പുതിയൊരു അധ്യായമാണെന്ന് അവർ രണ്ടുപേരും അറിയാതെ അറിഞ്ഞു. കലണ്ടറിലെ താളുകൾ വേഗത്തിൽ മറിഞ്ഞുകൊണ്ടിരുന്നു. മാധവും മീരയും ഇപ്പോൾ വെറുമൊരു ഉടമ്പടിയിൽ കഴിയുന്നവരല്ല. അവരുടെ സംഭാഷണങ്ങളിൽ ദൈനംദിന കാര്യങ്ങളിൽ നിന്നും മാറി ചിന്തകളിലേക്കും സ്വപ്നങ്ങളിലേക്കും പടർന്നു തുടങ്ങിയിരുന്നു. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഓരോ നിമിഷത്തിലും സ്നേഹത്തിൻ്റെ അദൃശ്യമായ നൂലുകൾ നെയ്തെടുക്കപ്പെട്ടു. ഒരു ഞായറാഴ്ച രാവിലെ മാധവ് തൻ്റെ പഴയ പെയിൻറ്റിംഗ് ബ്രഷുകൾ പൊടി തട്ടിയെടുക്കുന്നത് മീര കണ്ടു. മാധവേട്ടൻ ചിത്രം വരയ്ക്കുമോ? അവൾ കൗതുകത്തോടെ അരികിൽ ചെന്ന് നിന്നു. മാധവ് ഒന്ന് ചിരിച്ചു. പണ്ടിതായിരുന്നു എൻ്റെ ലോകം. ആർക്കിടെക്ചർ തിരക്കുകൾക്കിടയിൽ എപ്പോഴോ ഇത് വഴിയിൽ ഉപേക്ഷിച്ചു. പിന്നെ മനസ്സിന് സന്തോഷമില്ലാത്തപ്പോൾ നിറങ്ങൾക്കും ജീവൻ ഉണ്ടാകില്ലല്ലോ. മീര അവൻ്റെ അടുത്തായി തറയിലിരുന്നു. എങ്കിൽ ഇന്ന് എനിക്ക് വേണ്ടി ഒരെണ്ണം വരയ്ക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണെന്ന് മാധവേട്ടൻ കണ്ടുപിടിക്കണം. മാധവ് അവളെ കുറച്ചുനേരം സൂക്ഷിച്ചു നോക്കി. അവളുടെ കണ്ണുകളിലെ പ്രതീക്ഷയും ചുണ്ടിലെ ചെറിയ പുഞ്ചിരിയും അവനിൽ പുതിയൊരു ഊർജം നിറച്ചു. അവൻ ക്യാൻവാസിൽ നിറങ്ങൾ ചാലിക്കാൻ തുടങ്ങി. മണിക്കൂറുകൾ കടന്നുപോയി. മീര അവന് ചായയുമായി ഇടയ്ക്കിടെ വന്നുകൊണ്ടിരുന്നു. വൈകുന്നേരമായപ്പോഴേക്കും മാധവ് ചിത്രം പൂർത്തിയാക്കി. ഒരു കടൽത്തീരത്ത് തനിച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടി. പക്ഷേ അവളുടെ നിഴലിൽ മറ്റൊരാളുടെ കൈകൾ ചേർത്ത് പിടിച്ചിരിക്കുന്നു. അതീവ സുന്ദരമായ ആ ചിത്രം കണ്ടപ്പോൾ മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇതെങ്ങനെ മനസ്സിലായി? അവൾ ചോദിച്ചു. നീ തനിച്ചായിരിക്കാൻ ആഗ്രഹിക്കുന്നവളല്ല മീര. പക്ഷെ നിനക്ക് ചുറ്റും ഒരു മതിൽ നീ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. ആ മതിലിന് പുറത്ത് നീ ഒരാളെ കാത്തു നിൽക്കുന്നുണ്ട്. നിന്നെ നിന്റെ മുറിവുകളോടെ സ്നേഹിക്കുന്ന ഒരാളെ. മാധവ് ശാന്തമായി പറഞ്ഞു. അവൾ പതുക്കെ മാധവിൻ്റെ അരികിലേക്ക് നീങ്ങിയിരുന്നു. എൻ്റെ ഭൂതകാലം മാധവേട്ടനൊരു ഭാരമാകില്ലേ? ചിലപ്പോൾ ഞാൻ പഴയ കാര്യങ്ങൾ ഓർത്ത് കരയാറുണ്ട്, വെറുതെ ദേഷ്യപ്പെടാറുണ്ട്. മാധവ് അവളുടെ കൈകൾ തൻ്റെ കൈക്കുള്ളിലാക്കി. ആദ്യമായാണ് അവൻ അവളെ സ്പർശിക്കുന്നത്. ആ സ്പർശനത്തിൽ ഒരു വൈദ്യുത തരംഗം പോലെ പ്രണയം പടർന്നു. മീര, ആകാശത്തിന് മഴവില്ല നൽകുന്നത് മഴയും വെയിലുമാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളും സന്തോഷങ്ങളും ചേർന്നാലേ നമുക്കും പൂർണ്ണതയുണ്ടാകൂ. എനിക്ക് നിന്റെ വർത്തമാനം മതി, നിന്റെ ഭാവി മതി. ഭൂതകാലം അത് നീ അടച്ചു വെച്ച പുസ്തകമല്ലേ? ആ വാക്കുകൾ മീരയുടെ ഉള്ളിലെ അവസാനത്തെ പേടിയും മായ്ച്ചു കളഞ്ഞു. അവൾ പതുക്കെ മാധവിൻ്റെ തോളിലേക്ക് തല ചായ്ച്ചു. ആ മുറിയിൽ അപ്പോൾ പ്രണയത്തിൻ്റെ ഒരു സുഗന്ധം നിറഞ്ഞു നിന്നു. ആദ്യ വിവാഹത്തിൻ്റെ തകർച്ചയിൽ താൻ മരിച്ചുപോയി എന്ന് കരുതിയ പ്രണയം
ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ചിറകടിച്ചുയരുന്നത് അവൾ അറിഞ്ഞു. നമുക്കൊരു യാത്ര പോയാലോ? മാധവ് ചോദിച്ചു. നമ്മുടെ ഭൂതകാലമില്ലാത്ത, നമുക്കാരും അപരിചിതരല്ലാത്ത ഒരിടത്തേക്ക്. എങ്ങോട്ട്? അവൾ ആകാംക്ഷയോട് ചോദിച്ചു. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കടൽത്തീരത്തേക്ക്. അന്ന് രാത്രി അവർ ഒരുപാട് സംസാരിച്ചു. ജീവിതത്തിൽ ആദ്യമായി മീര ഹൃദയം തുറന്നു ചിരിച്ചു. മാധവ് അവളുടെ ചിരിയിലേക്ക് തന്നെ നോക്കിയിരുന്നു. ലോകം അവരെ രണ്ടാം വിവാഹിതർ എന്ന് വിളിക്കുമ്പോഴും അവർക്കിടയിൽ സംഭവിക്കുന്നത് തികച്ചും പുതുമയുള്ള ആർദ്രമായ ഒരു പ്രണയമായിരുന്നു. അതാരെയും ബോധ്യപ്പെടുത്താനുള്ളതല്ലായിരുന്നു, മറിച്ച് രണ്ടു മനസ്സുകൾ തമ്മിലുള്ള പൊരുത്തമായിരുന്നു. മാധവും മീരയും തങ്ങളുടെ യാത്ര ആരംഭിച്ചു. നഗരത്തിൻ്റെ ബഹളങ്ങളിൽ നിന്നും ബന്ധുക്കളുടെ അന്വേഷണ കണ്ണുകളിൽ നിന്നും അകലെ നീലക്കടൽ അതിലിടുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലേക്കായിരുന്നു ആ യാത്ര. കാറിലെ ചെറിയ മ്യൂസിക് സിസ്റ്റത്തിൽ പഴയൊരു മെലഡി ഒഴുക്കിക്കൊണ്ടിരുന്നു. ജനാലയിലൂടെ പുറത്തെ പച്ചപ്പിനെ നോക്കിയിരുന്ന മീരയുടെ മുഖത്ത് നീണ്ട കാലത്തിന് ശേഷം ഒരു സംതൃപ്തി തെളിഞ്ഞു കണ്ടു. കടൽത്തീരത്തോട് ചേർന്നുള്ള ഒരു ചെറിയ റിസോർട്ടിലായിരുന്നു അവർ താമസമുറപ്പിച്ചത്. ഇന്ന് വൈകുന്നേരം സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുമ്പോൾ അവർ കടൽത്തീരത്തെ മണൽപ്പരപ്പിലൂടെ നടന്നു. തിരമാലകൾ കാലിൽ തൊട്ടുരുമ്മി കടന്നു പോകുമ്പോൾ മീര ഒരു കുട്ടിയെപ്പോലെ തുള്ളിച്ചാടി. മാധവേട്ടാ, നോക്കൂ, എത്ര മനോഹരമാണ്! അവളൊരു ശംഖ് കയ്യിലെടുത്തുകൊണ്ട് വിളിച്ചു പറഞ്ഞു. മാധവ് ദൂരെ മാറി നിന്ന് ആ കാഴ്ച ആസ്വദിക്കുകയായിരുന്നു. പ്രണയമെന്നാൽ കേവലം വാക്കുകളല്ലെന്നും പ്രിയപ്പെട്ടവർ സന്തോഷിക്കുന്നത് നോക്കി നിൽക്കുന്നതാണെന്നും അയാൾക്ക് തോന്നി. അയാൾ അവളുടെ അടുത്തേക്ക് നടന്നു. മീര, ഇത്ര സന്തോഷത്തോടെ നിന്നെ ഞാൻ ആദ്യമായാണ് കാണുന്നത്, മാധവ് അവളുടെ അരികിലിരുന്നു കൊണ്ട് പറഞ്ഞു. മീരയുടെ മുഖത്തെ ചിരി പതുക്കെ മാഞ്ഞു. അവൾ കടലിലേക്ക് നോക്കി നിശബ്ദയായി. സന്തോഷിക്കാൻ എനിക്ക് പേടിയായിരുന്നു മാധവേട്ടാ. കാരണം ഓരോ വലിയ സന്തോഷത്തിന് ശേഷവും എന്നെ തേടി വലിയ സങ്കടങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് സന്തോഷിക്കുമ്പോൾ തന്നെ അടുത്തതെന്ത് ദുരന്തമാണ് വരാനിരിക്കുന്നതെന്ന് ഞാൻ ആകുലപ്പെടുമായിരുന്നു. മാധവ് അവളുടെ കൈ പതുക്കെ ചേർത്ത് പിടിച്ചു. ഇനി ആ പേടി വേണ്ട. ജീവിതം എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. പക്ഷേ എന്തു വന്നാലും കൂടെ നിൽക്കാൻ ഒരാളുണ്ടെന്ന തോന്നലാണ് ഏറ്റവും വലിയ കരുത്ത്. ആ കരുത്തായി ഞാനുണ്ടാകും. മീര മാധവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ കപടതയില്ലായിരുന്നു. ആദ്യ വിവാഹ ബന്ധത്തിൽ അവൾ അനുഭവിച്ച അവഗണനയും മാനസിക പീഡനങ്ങളും ഒക്കെ ഈ നിമിഷത്തിൽ ഇല്ലാതാകുന്നത് പോലെ അവൾക്ക് തോന്നി. പ്രണയത്തിന് ഇത്രയും സുഖമുണ്ടെന്ന് അവൾ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. പെട്ടെന്നൊരു വലിയ തിരമാല വന്ന് അവരുടെ പാദങ്ങളെ നനച്ചു. മീര ബാലൻസ് തെറ്റി മാധവിൻ്റെ നെഞ്ചിലേക്ക് വീണു. മാധവ് അവളെ മുറുകെ പിടിച്ചു. ആ നിമിഷം കാലം നിശ്ചയമായതുപോലെ അവർക്ക് തോന്നി. ചുറ്റുമുള്ള കടലിൻ്റെ ഇരുമ്പലോ കാറ്റോ അവർ അറിഞ്ഞില്ല. പരസ്പരമുള്ള ഹൃദയമിടിപ്പുകൾ മാത്രം അവർ കേട്ടു. നമുക്ക് പ്രണയിച്ചു തുടങ്ങാം മീര. പഴയതൊന്നും ഓർക്കാതെ, ലോകം എന്തു പറയുമെന്ന് നോക്കാതെ. മാധവ് അവളുടെ കാതിൽ മന്ത്രിച്ചു. മീര ഒന്നും പറഞ്ഞില്ല. പകരം അവൻ്റെ നെഞ്ചിൽ മുഖമമർത്തി കുറച്ചു നേരം നിന്നു. ആ മൗനം 1000 വാക്കുകളേക്കാൾ വാചാലമായിരുന്നു. അവൾ അവനെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ആ മൗനം. അന്ന് രാത്രി ചന്ദ്രപ്രകാശത്തിൽ കടൽ വെട്ടിത്തിളങ്ങുമ്പോൾ അവർ റിസോർട്ടിൻ്റെ ബാൽക്കണിയിലിരുന്നു. അവർ പഴയ കാര്യങ്ങൾ സംസാരിച്ചില്ല. പകരം നാളെ ഉണ്ടാക്കാൻ പോകുന്ന വീടിനെക്കുറിച്ചും അവർക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികളെക്കുറിച്ചും ഒരുമിച്ച് കാണേണ്ട സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചു. രണ്ടാം വിവാഹം എന്നത് ഒരു ഒത്തുതീർപ്പല്ല, മറിച്ച് തകർന്നു പോയ ജീവിതത്തെ കൂടുതൽ മനോഹരമായി പണിതെടുക്കാനുള്ള അവസരമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. പ്രണയം അതിന് മനോഹരമായ ചായങ്ങൾ നൽകുന്നു. കടൽക്കാറ്റിൽ മീരയുടെ മുടിയിഴകൾ പാറിപ്പറന്നപ്പോൾ മാധവ് അത് മെല്ലെ ഒതുക്കി വെച്ചു. ആ രാത്രി അവർക്കിടയിൽ പുതിയൊരു ജന്മത്തിൻ്റെ തുടക്കമായിരുന്നു. യാത്ര കഴിഞ്ഞ് അവർ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും ആ വീട് വെറുമൊരു കെട്ടിടമല്ലാതായി മാറിയിരുന്നു. ഓരോ ചുവരിലും അവരുടെ ചിരിയുടെയും സംസാരത്തിൻ്റെയും അടയാളങ്ങൾ പടർന്നു. എങ്കിലും ജീവിതം എപ്പോഴും സുഗമമായിരിക്കില്ലല്ലോ. അവരുടെ പ്രണയത്തെ പരീക്ഷിക്കാനെന്നാണ് ചില പഴയ നിഴലുകൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. വൈകുന്നേരം മാധവിൻ്റെ ഫോണിലേക്ക് അപരിചിതമായ ഒരു നമ്പറിൽ നിന്ന് കോൾ വന്നു. അതവൻ്റെ മുൻ ഭാര്യയായിരുന്നു. ചില സാമ്പത്തിക രേഖകളിൽ ഒപ്പിടാനെന്ന വ്യാജേന അവൾ വീണ്ടും ബന്ധപ്പെടാൻ ശ്രമിച്ചു. മാധവ് അസ്വസ്ഥനാകുന്നത് കണ്ടപ്പോൾ മീരയ്ക്ക് കാര്യം മനസ്സിലായി. പഴയ മുറിവുകൾ വീണ്ടും കുത്തി നോവിക്കപ്പെടുമ്പോൾ മാധവ് തൻ്റെ മുറിയിലേക്ക് ഉൾവലിഞ്ഞു. മീര അവനെ തനിച്ചു വിട്ടില്ല. അവൾ അവന് ചായയുമായി ചെന്നു. മാധവേട്ടാ, എന്തിനാണ് ഭയപ്പെടുന്നത്? കഴിഞ്ഞുപോയ കാലത്തിന് നമ്മുടെ ഇന്നത്തെ സന്തോഷം കെടുത്താൻ അവകാശമില്ല.
അവർക്ക് വേണ്ടത് നൽകി ആ അധ്യായം എന്നേക്കുമായി അവസാനിപ്പിക്കൂ. ഞാൻ കൂടെയുണ്ട്. മാധവ് അത്ഭുതത്തോടെ മീരയെ നോക്കി. താൻ തളരുമ്പോൾ താങ്ങായി നിൽക്കുന്ന ഈ പെൺകുട്ടിയാണ് തൻ്റെ യഥാർത്ഥ കരുത്തെന്ന് അവൻ തിരിച്ചറിഞ്ഞു. മീരയുടെ വാക്കുകൾ നൽകിയ ധൈര്യത്തിൽ മാധവ് ആ പ്രശ്നങ്ങൾ നിയമപരമായി തന്നെ പരിഹരിച്ചു. തൻ്റെ ജീവിതത്തിൽ മീരയ്ക്ക് നൽകിയിരിക്കുന്ന സ്ഥാനം എത്രത്തോളം ഉറച്ചതാണെന്ന് അവൻ ലോകത്തിന് കാണിച്ചു കൊടുത്തു. മാസങ്ങൾ കടന്നുപോയി. മീരയുടെ ജീവിതത്തിൽ വലിയൊരു സന്തോഷവാർത്തയെത്തി. അവർ ഒരു കുഞ്ഞിനെ പ്രതീക്ഷിക്കുന്നു എന്നറിഞ്ഞ നിമിഷം മാധവിൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. തൻ്റെ ജീവിതത്തിലെ ശൂന്യതകൾ ഒന്നൊന്നായി നിറയുന്നത് അവൻ അറിഞ്ഞു. മീര, നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ഒരു യാദൃശ്ചികതയായിരിക്കാം. പക്ഷെ നിന്നെ സ്നേഹിക്കുന്നത് എൻ്റെ തീരുമാനമാണ്. ജീവിതത്തിലെ ഏറ്റവും നല്ല തീരുമാനം. മാധവ് അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. അന്ന് വൈകുന്നേരം അവർ വീടിൻ്റെ പൂമുഖത്തിരുന്നു. മഴ പെയ്തു തുടങ്ങിയിരുന്നു. പക്ഷെ പഴയതുപോലെ മീരയ്ക്കിപ്പോൾ മഴയെയും ഇരുട്ടിനെയും പേടിയില്ലായിരുന്നു. കാരണം അവളുടെ കൈകൾ മാധവിൻ്റെ കൈക്കുള്ളിൽ സുരക്ഷിതമായിരുന്നു. രണ്ടാം വിവാഹം എന്ന് കേൾക്കുമ്പോൾ ആളുകൾ സഹതാപത്തോടെ നോക്കാറുണ്ട്. മീര പതുക്കെ പറഞ്ഞു. പക്ഷേ അവർക്കറിയില്ലല്ലോ, ആദ്യത്തെ തവണ തോറ്റുപോയവർക്കാണ് ജയത്തിൻ്റെ മധുരം കൂടുതൽ അറിയാൻ കഴിയുകയെന്ന്. പ്രണയം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അത് ആദ്യത്തെ തവണയായാലും രണ്ടാം തവണയായാലും. മാധവ് അവളെ ചേർത്ത് പിടിച്ചു. അവർക്കിടയിൽ ഇപ്പോൾ മൗനമില്ല. പകരം മനോഹരമായൊരു സംഗീതം മാത്രം. മഴവിൽ വിരിയുന്നത് മഴയ്ക്കും വെയിലിനും ശേഷമാണെന്നത് പറയുന്നത് എത്ര സത്യമാണ്. അവരുടെ ജീവിതത്തിലെ കറുത്ത മേഘങ്ങൾ പെയ്തൊഴിഞ്ഞു പോയിരിക്കുന്നു. ഇനി തെളിയാൻ പോകുന്നത് പ്രണയത്തിൻ്റെ 7 നിറങ്ങളുള്ള മനോഹരമായ ആകാശമാണ്. പുറത്ത് മഴ കനത്തു. വീടിനുള്ളിൽ സ്നേഹത്തിൻ്റെ ചൂട് പടർന്നു. ആ വീട് ഇപ്പോൾ പ്രണയത്തിൻ്റെ ഒരു കോട്ടയായി മാറിയിരിക്കുന്നു. അവിടെ പഴയ മുറിവുകൾക്ക് സ്ഥാനമില്ല. വരാനിരിക്കുന്ന സുന്ദരമായ നാളുകളുടെ സ്വപ്നങ്ങൾ മാത്രം.